May I come in, sir? Yes, come in. എന്താ ശരി സാർ എനിക്കൊന്ന് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനൊന്നുണ്ടായിരുന്നു. അതിന് അപ്ലൈ ചെയ്തോളൂ. അതിന് കമ്പനീൻ്റെ NOC ലെറ്റർ വേണം. എന്താ ഇപ്പൊ പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ ഒരു മോഹം? സാർ എനിക്ക് സെയിൽസിലേക്കൊന്ന് മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താ സെയിൽസിലോട്ടൊരു താല്പര്യം വരാൻ കാരണം? സാർ എനിക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് എനിക്ക് സെയിൽസിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. പിന്നെ അതുപോലെ പുറത്ത് പോയിട്ട് നമുക്ക് ക്ലയൻസിനെ മീറ്റ് ചെയ്യാനൊരു അവസരം കിട്ടും. പിന്നെ ഉള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എനിക്കൊരു കാർ എടുക്കണം എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. പിന്നെ പാക്കേജ് എന്തായാലും കൂടും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം സെയിൽസ് അല്ല, കമ്മീഷൻ ഓൾറെഡി കൂടുമല്ലോ. സെയിൽസ് അത്ര ഈസി ആണെന്ന് കരുതണ്ട. ടാർഗറ്റ് ഉണ്ടാവും, അതിൻ്റെതായ പ്രഷറും ഉണ്ടാവും. അതെല്ലാം ഓർമ്മ വേണം. സാർ ഞാൻ MBA ആണ് പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ്. അല്ല, തീരുമാനം വളരെ നല്ലതാണ്, സെയിൽസും നല്ലതാണ്. പക്ഷെ വിചാരിക്കുന്ന കാര്യത്തില്ല. സെയിൽസിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ കമ്പനിയുടെ പോളിസി അറിയാമല്ലോ, 3 മാസം ടൈം തരും. 3 മാസത്തിനുള്ളിൽ ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ നേരെ വീണ്ടും പഴയ സീറ്റിലോട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. അതറിയാമല്ലോ അല്ലേ അതിനെ കുറിച്ചൊക്കെ? അറിയാം സാർ. എന്നാൽ പിന്നെ കുഴപ്പമില്ല, ട്രൈ ചെയ്യും, കുഴപ്പമില്ല. സാർ അപ്പം എൻ്റെ NOCൻ്റെ കാര്യം? ഓക്കെ, അത് അറേഞ്ച് ചെയ്യും. ജെനി ഒരു കാര്യം ചെയ്യും, HR ഒരു റിക്വസ്റ്റ് കൊടുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ NOCക്ക് വേണ്ടി. ഞാനത് അപ്രൂവ് ചെയ്തോളാം. ഓക്കെ സാർ, താങ്ക് യു. എന്താ പറയാ വന്നത്? സാർ KG ടവറിൻ്റെ സബ് കോൺട്രാക്ടർ വന്നിട്ടുണ്ട്. അവരുടെ പേയ്മെൻറ്റ് റിലീസിങ്ങിൻ്റെ കാര്യം ചോദിച്ചു. മയ, നമ്മൾ സബ് കോൺട്രാക്ടറിലെ എഗ്രിമെൻറ്റ് എന്തായാലും അറിയാവുക. നമുക്ക് ക്ലയൻറ്റ് തരുന്നത് പോലെ ബാക്ക് ടു ബാക്ക് പേയ്മെൻറ്റ്. വൺസ് അവരുടെ പേയ്മെൻറ്റ് വന്നാൽ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യാം. അതിനു മുമ്പ് എങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അത് അവരോടങ്ങ് പറ. അല്ല, ഞാനത് ഓൾറെഡി പറഞ്ഞു. അവരുടെ ലൈസൻസ് റിന്യൂവിൻ്റെ സമയമായി, എന്തായാലും കുറച്ച് പേയ്മെൻറ്റെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഇപ്പം എത്രയാണ് അവർക്ക് അത്യാവശ്യം വേണ്ടത്? 50,000 ആണ്. 50,000? ഒരു കാര്യം ചെയ്യും, ഞാൻ അക്കൗണ്ട്സ് വിളിച്ചിട്ട് പറയാം ചെക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യമായി അവരുടെ അടുത്ത് പറഞ്ഞേക്കണം, ഇതേപോലുള്ള ആവശ്യങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരരുതെന്ന്. ഇനി നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് കിട്ടിയിട്ട് ബാക്കി പേയ്മെൻറ്റ് നടത്താൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞിട്ട് വേണം ചെക്ക് കൊടുക്കാൻ. ഓക്കെ, ശരിയാണ്. അല്ല സാറേ, ജെനി വന്നില്ല, എന്തോ ലൈസൻസിൻ്റെ കാര്യം എന്തോ പറഞ്ഞു. ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ചേരാൻ വേണ്ടി NOC ലെറ്ററിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ HR റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്താ ചോദിച്ചെന്താ? അല്ല, ഇന്നലെ ബ്രേക്കിൻ്റെ സമയത്ത് എന്തോ എമിറേറ്റ്സിൽ ജോലി നോക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, അത് അറിഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മായേ, ഇനി ജെനിയുടെ കാര്യമല്ല, മായയുടെ കാര്യം, ആരുടെ കാര്യമാണെങ്കിലും ഞാനിവിടെ ആരെ ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഇതിനേക്കാളും ബെറ്റർ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പോകാം. ഓക്കെ, അതാണ് നമ്മുടെ കമ്പനിയുടെ പോളിസി, അറിയാലോ. അല്ല, അറിഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സാറേ, എനിക്ക് ഉച്ചയ്ക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ നേരത്തെ പോകണമായിരുന്നു. മായ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാം മായ പോകുന്നത് എങ്ങോട്ടാണെന്ന്. മായ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുമായിട്ട് നേരെ പോകുന്നത് സിവിയിലെടുത്ത് പോയിട്ട് കഥ പറയാൻ വേണ്ടി അല്ലേ? അല്ല, ഇന്ന് എൻ്റെ റൂം നോക്കാൻ ഒരു ലേഡി വരുമെന്ന് പറഞ്ഞു, അതാ പോകുന്നത്. ഓക്കെ, ചെല്ല്. പക്ഷേ ഇതൊരു ശീലമാക്കണ്ട കേട്ടോ ഇനി. ശരി, ഓക്കെ. ഒന്നുമില്ലടി, പിള്ളേർക്ക് വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പൊ അവരെയും കൊണ്ടൊന്ന് പാർക്കിൽ കളിപ്പിക്കാൻ വരാന്ന് വിചാരിച്ച്. ആണോ? നീ എന്താ ഓഫീസിൽ നേരത്തെ ഇറങ്ങിയേ? അത് എൻ്റെ റൂമിൽ ഷെയറിങ്ങിന് ഒരു ലേഡി വരുമെന്ന് പറഞ്ഞു, റൂം നോക്കാനേ. അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് വെച്ച് നേരത്തെ ഇറങ്ങി. നീ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയേ? കഴിച്ചു. അവരിപ്പോൾ പറയാൻ 2 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ചേച്ചീനെ വിളിച്ച് ഇങ്ങോട്ട് വന്ന്. പിന്നെ നീ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതിനെ സനുസാറൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞ് നീ എപ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞ് നേരത്തെ പോവാണ്, സിമിയോട് സംസാരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, ഇതിങ്ങനെ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു തന്നെ. ഇങ്ങനത്തെ എന്തിന്റെ കേടാണ് നമ്മൾ തമ്മിൽ വർത്താനം പറയുന്നതിന്? പിന്നെ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. എന്ത്? ചേച്ചി ഈ ദുബായ് വന്നിട്ട് എത്ര കാലമായി? അതായിരുന്നു ഇത്ര വലിയ കാര്യം? ചേച്ചി പറ. അതൊരു 10-13 കൊല്ലം കഴിഞ്ഞടി. അയ്യോ, എന്നിട്ട് ചേച്ചി ഇതുവരെ ലൈസൻസ് എടുത്തില്ലേ? ലൈസൻസാ? എനിക്കെന്തിനാ ലൈസൻസിന്റെ ആവശ്യം ഈ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്ന? ചേച്ചിക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടാ. ഈ ദുബായിലെ ലൈസൻസ് ഒരു സ്റ്റാറ്റസാ. എല്ലാ ലേഡീസിനും ഈ ലൈസൻസ് ഉണ്ട്. ചേച്ചി, ആ ഓഫീസിലുള്ള എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്. പുതുതായിട്ട് വന്നവർക്ക് പോലും. എനിക്ക് ചോദിച്ചേ, അതിലൊരു പെണ്ണുണ്ട് ജെനി എന്ന് പറഞ്ഞിട്ട്, അവൾ ലൈസൻസിന് അപ്ലൈ ചെയ്തിരിക്കുക.
അവള് ചോദിക്കാ ഈ ഷാനു സാറിന്റെ വൈഫിന്റെ ലൈസൻസ് ഇല്ലേ, എന്താ എടുക്കാത്തതെന്ന്. അങ്ങനെ അത് ചൂളിപ്പോയി. അവളെന്തിനാ എനിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് തിരക്കുന്നത്? ജോലിക്ക് വന്നാൽ ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറയണം. നീ ഇതൊക്കെ പറഞ്ഞൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നത് എന്തിനാന്ന്? ഞാൻ ചോദിച്ചു ചേച്ചി. അപ്പൊ അവള് പറയാം ചേച്ചിക്ക് കാർ എടുത്തോണ്ട് പോകാൻ പേടിയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു നാട്ടിലൊക്കെ ചേച്ചി കാറ് പറപ്പിച്ചുകൊണ്ട് നടക്കുക, ചേച്ചിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ലെന്ന്. നമുക്ക് എന്തിന്റെ കേടാടി? അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവളെക്കാൾ മുമ്പേ ലൈസൻസ് എടുത്തിട്ടുണ്ടല്ലോ ഞാൻ അവളുടെ മുമ്പിൽ കൂടെ ഷാനുവിനെ വണ്ടി ഓടിച്ചോണ്ട് നടക്കുമല്ലോ. ചേച്ചി ഷാനു ചേട്ടന്റെ മണ്ണ് പറഞ്ഞ അവിടെ വെറുതെ പാർക്കിംഗ് കിടക്കാ. ചേച്ചി അതെടുത്ത് ഓടിക്കേ, നമുക്ക് കറങ്ങാനും പോവാൻ. ചേച്ചിക്ക് അത് ഓഫീസിൽ എടുത്തോണ്ട് വന്നിട്ട് അവളെ മുമ്പിൽ ഷൈൻ ചെയ്യാലോ. എടി ഈ ഐഡിയ കൊള്ളാലോ. നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട്. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പോവാം. സാറയുടെ സ്കൂളിൽ പോവാം, പുറത്ത് കറങ്ങാൻ പോവാം, ഓഫീസിൽ വരാം. നമുക്കെന്താ ഈ ഐഡിയ നേരത്തെ തോന്നാഞ്ഞത്? ചേച്ചി സൂപ്പർ ചേച്ചി. ചേച്ചി എന്നെയും കൂടി കൊണ്ടുപോകണേ. എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ ആരുമില്ല. ഇപ്പഴാ ദൈവം എന്റെ പ്രാർത്ഥന ഒന്നും കേട്ടത്. സാറാ നമുക്ക് ഈ വെക്കേഷന് പാർക്കിൽ കളിക്കാനേ ഉള്ളു യോഗം. എന്റെ ഫ്രണ്ട്സ് വേറെ സ്ഥലത്തൊക്കെ കളിക്കാൻ പോകുന്നത്. അത് ശരിയാ, ഞാൻ എവിടെയും പോയിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലായിടത്തും പോയിട്ടുണ്ട്. എടാ നീല എന്റെ അമ്മ പുതിയ കാർ എടുക്കാൻ പോവാ. എടി സാറാ എന്റെ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ടോ? അതെനിക്ക് അറിയത്തില്ല. എടി സാറാ എന്നാ നമുക്ക് നിന്റെ അമ്മയ്ക്ക് വണ്ടി സെലക്ട് ചെയ്യാം. ഒരു ബ്ലൂ കളർ വണ്ടി സെലക്ട് ചെയ്യാം. അത് വേണ്ട, പിങ്ക് കളർ. ഇപ്പൊ ആരും പിങ്ക് കളർ കാർ യൂസ് ചെയ്ത് ചെടി പൊട്ടി. എന്റെ അമ്മയ്ക്ക് ചേരുന്ന ബ്ലൂ കളർ മിനി കൂപ്പറാ. ഞാൻ തന്നെ സെലക്ട് ചെയ്യണം, നീല സെലക്ട് ചെയ്യണ്ട. ചേച്ചി ഇപ്രാവശ്യം ലൈസൻസ് എടുത്തിറങ്ങാം കേട്ടോ. നല്ല കാറ്റടി ഇതിന്റെ അകത്തുനിന്ന്. ലൈസൻസ് എടുക്കണമെന്ന്. എടുക്കാടി, നീ വിഷമിക്കാ. നമുക്ക് ലൈസൻസ് വേണ്ടി വരുമോ? പൊടി കളിയാക്കുന്നോളൂ. ഞാൻ നോക്കട്ടെ ആരോ വന്നു. രാജേട്ടൻ ചേച്ചിയോ? എവിടെയായിരുന്നു? ഞങ്ങളുടെ റൂം ഷിഫ്റ്റിംഗ് ആയിരുന്നോ. അത് ശരി. വില്ലയിൽ നിന്ന് ഫ്ലാറ്റിലേക്ക്. എനിക്കറിയാലോ വില്ലയ്ക്ക് ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. അത് കാരണം എന്ത് പറ്റി, നമ്മുടെ അമ്മ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വില്ലയിൽ തള്ളി. ആ സാധനം എല്ലാം കൂടി ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോ എന്റെ നടു ഒടിഞ്ഞു. അതിന് നിങ്ങൾ എന്ത് ചെയ്തെന്നാ? പണിക്കാരല്ലേ അത് മുഴുവൻ ഷിഫ്റ്റ് ചെയ്തത്. അത് അടുക്കി പറക്കി വെച്ചത് മുഴുവൻ ഞാനും. എടി ഞാൻ ആ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് മുഴുവനും അടുക്കി പെറുക്കി പാക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സാധനവും നമ്മുടെ ഫ്ലാറ്റിലെത്തിയത്. അതെനിക്കറിയാമോ? ഓ, ഇനി നിങ്ങൾ രണ്ടുപേരും അതിന്റെ പേരിൽ വഴക്കിടാനൊന്നും വേണ്ട. നിങ്ങൾക്ക് കുടിക്കാൻ എന്തോ വേണ്ട? ചായ വേണോ അതോ തണുത്തത് വേണോ? നല്ല കടുപ്പത്തിൽ ചായ തന്നെ ആയിക്കോട്ടെ, പുറത്ത് നല്ല തണുപ്പല്ലേ. അപ്പൊ നിങ്ങൾ സംസാരിച്ചെങ്കിൽ ഞാൻ ചായ രാജേട്ടാ വിത്തൗട്ട് ആണ്, പക്ഷേ ഇന്നിത്തിരി മധുരമാണ്. ഇനി ചായപ്പൊടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണേ. കടുപ്പത്തിലായിക്കോട്ടെ. അതെ രാജേട്ടാ, ദുബൈയിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സാ വേണ്ടത്? സിമി എന്താ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാ? അതെ രാജേട്ടാ, ഇപ്പൊ ഞാൻ എന്തായാലും ഫ്രീ അല്ലേ. സാറാ പോയി കഴിഞ്ഞാൽ ഇവിടെ വെറുതെ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ലൈസൻസിനെ കുറിച്ച് ആലോചിക്കാന്ന്. അല്ല, ലൈസൻസ് എടുക്കുന്ന നല്ല കാര്യം അശ്വിനി. പക്ഷേ ഷാനു എന്താ പറഞ്ഞു ലൈസൻസ് എടുക്കാൻ പറ്റി? ഷാനുവിന്റെ അടുത്ത് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ മായവിട്ട് അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. സിമിക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും ഇവിടുത്തെ ഡ്രൈവിംഗ്. പിന്നെ നാട്ടില് വലതുവശത്താണ് ഡ്രൈവിംഗ്, ഇവിടെ ഇടതുവശത്താണ്. ഇവിടുത്തെ ഡ്രൈവിംഗ് ഇടതുന്നായത്? സിമി അത് ഈ വിദേശ രാജ്യങ്ങളിലെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങനെയാ, എല്ലാം ഈ ഇടത്തുനിന്ന. എനിക്ക് ഇടതുനിന്നാണേലും വലതുനിന്നാണേലും ഒരു വിഷയമുള്ള കാര്യമല്ല. വണ്ടി എന്നാലും നേരെ ഓടിച്ചാൽ മതിയല്ലോ. അത് മതി. പിന്നെ ആകപ്പാടെ ഒരു പ്രശ്നം ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുന്നതാ. അത് ഭയങ്കര പാടല്ലേ രാജേട്ടാ? എന്റെ സിമി, ഇവിടെ മുഴുവൻ ഓട്ടോമാറ്റിക് ഗിയറാ. ഇവിടെ ക്ലച്ചും വേണ്ട ഗിയറും വേണ്ട, നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, വിട്ടങ്ങ് പോവുക, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ ഫസ്റ്റ് ചാൻസ് തന്നെ ലൈസൻസ് എടുത്തിരിക്കും. ഞാനും അതൊക്കെ വിചാരിച്ചു തന്നെ ലൈസൻസ് എടുക്കാൻ പോയത്. 10ാം തവണയാ പാസ്സായത്. അതെന്താ രാജേട്ടാ 10ാമത്തെ പ്രാവശ്യം? അത് സിമി, അത് ഫെയിലായതൊന്നും അല്ല. അതായത് ഞാൻ എന്നെ തന്നെ ഫെയിലാക്കിയ ഒന്ന് തറവായിട്ട് പഠിക്കാനായിട്ട് വേണ്ടിട്ട്. അപ്പൊ രാജേട്ടന് ഓട്ടോമാറ്റിക് വണ്ടിയുടെ ലൈസൻസ് എടുത്തിരിക്കുന്നത്? സിമി, ഞാൻ മാനുവൽ ലൈസൻസിന് വേണ്ടി 8 തവണ ട്രൈ ചെയ്ത് അത് കിട്ടത്തില്ലെന്ന് കണ്ടപ്പോ ഞാൻ നേരെ ഓട്ടോമാറ്റിക്കോട്ട് മാറി 2ാം തവണ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക് ആകുമ്പോ എനിക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുമായിരിക്കും അല്ലേ രാജേട്ടാ? ഡ്രൈവ് ചെയ്യുമ്പോൾ പക്ക നമ്മൾ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും. ഒരു കാരണവശാലും പേടി പാടില്ല. കറക്റ്റായിട്ട് ഇപ്പോൾ ലൈൻ ചേഞ്ചിങ്ങിന്റെ സമയത്താണെങ്കിലും കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക, നമ്മുടെ സൈഡ് മിറർ, സെൻട്രൽ മിറർ ഇതൊക്കെ ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. പേടിയുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പാസ്സാകാനായിട്ട്. കോൺസെൻട്രേഷൻ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. രാജേട്ടൻ അറിയാലോ, ഷാനുവിന്റെ ഓരോ നീക്കവും ഞാൻ വളരെ കോൺസെൻട്രേഷനോടെയല്ലേ വാച്ച് ചെയ്യുന്നത്. പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ അത് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരത്തില്ലേ? സിമി, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴുണ്ടല്ലോ, ഓഫീസറിനെ കണ്ട് പേടിച്ചാലുണ്ടല്ലോ നമ്മൾ ആ നിമിഷം പൊട്ടും. അതായിരിക്കല്ലേ രാജേട്ടൻ 10 പ്രാവശ്യം പൊട്ടിയത്? അല്ല, രാജേട്ടന്റെ പൊട്ടല് പറയാനാ വന്നിരിക്കുന്നത്. സിമിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണോ വേണ്ടേ?
വേണം. ആ അതിന് എന്തൊക്കെ പേപ്പേഴ്സ് രാജേട്ടാ വേണ്ടത്? അതിന് പാസ്പോർട്ട് കോപ്പി വേണം, എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി വേണം, പിന്നെ NOC വേണം. NOC അതെന്തിനാ? NOC വെച്ചാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതെനിക്കറിയാം, അത് എന്തിനാന്നാ ചോദിച്ചത്? അത് ഇതിന് വേണം, എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. രാജേട്ടാ എന്തൊക്കെയാ സുഖം എന്തൊക്കെയുണ്ട് രാജേട്ടാ വിശേഷമൊക്കെ? ഓ നല്ല വിഷയം. എത്ര നേരമാണ് ഞാൻ വന്നിട്ട്? നീ നടപ്പ് കിടക്കായിരുന്നു. രാജേട്ടാ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ, നിങ്ങൾ വിളിച്ച ഉടനെ ഇറങ്ങാൻ നിന്നതാ. അപ്പോഴത്തേക്ക് ഒന്നിട്ട് ഒരു കാണാൻ വന്നു. പിന്നെ അവരുമായിട്ട് കുറച്ച് മീറ്റിങ്ങും ഡിസ്കഷനൊക്കെ ആയിട്ട് ഇച്ചിരി ലേറ്റായി. പറ എന്തൊക്കെയുണ്ട്? ഓ നല്ല വിശേഷം. എടാ ഞാനിന്ന് വീട്ടിൽ പോയിട്ടുണ്ട് സീതമായിട്ട്. അപ്പോ സിമി എന്തോ ഈ ലൈസൻസ് എടുക്കാൻ പോകുന്നോ, അതിനൊക്കെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് വേണ്ടത്, അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. അത് അവൾ എൻ്റെ അടുത്ത് ഇന്ന് എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ലൈസൻസ് എടുക്കണമെന്ന്. അവള് പറയുന്നത് എന്താ വെച്ചാൽ ഈ എന്തെങ്കിലും സ്കൂളിന്റെ കാര്യത്തിന് പോകാനാ, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകാനാ, എല്ലാത്തിനും എന്നെ കാത്തിരിക്കണം. അപ്പൊ അവള് പറയുന്ന ലൈസൻസ് വണ്ടി ഉണ്ടെങ്കിൽ അവൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമല്ലോ. നല്ലൊരു കാര്യമാണല്ലോ. വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. എൻ്റെ പൊന്നു മോനെ, നീ വാള് നിന്റെ പെടലിക്ക് നീ തന്നെ പണിയുക. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പറഞ്ഞ കാര്യം ശരി തന്നെ. സൂപ്പർ മാർക്കറ്റിൽ പോകാം, കൊച്ചിനെ സ്കൂളിലാക്കാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാം. നിന്റെ ഓഫീസ് വിസിറ്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല സ്ഥിരമാക്കാം. പിന്നെ സ്ഥിരമായിട്ട് ഓഫീസിൽ വരികയും ഓഫീസിലിരിക്കുകയും നീ വീട്ടിലിരിക്കുകയും ചെയ്യും. മകനെ, ഇത് ഏറ്റവും വലിയ പാരയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എടാ, ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലുണ്ടല്ല ആ മായ എന്നൊരു പെണ്ണിനെ നീ അവിടെ എടുത്തിട്ടുണ്ടല്ലോ, അവളാണ് മുഴുവൻ സ്ക്രൂവും പിരിച്ചു കയറ്റി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് മായ രായിട്ടോട് ചിലപ്പോൾ മായ വീട്ടിലുണ്ടായിരുന്ന അവളവിടെ ഉണ്ടായിരുന്നു. ഈ സിമി ലൈസൻസിന്റെ കാര്യമൊക്കെ എന്നോട് സംസാരിക്കുമ്പോഴുണ്ടല്ലോ, അവൾ ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കും. ഞാൻ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അവൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി ഇവളുടെ സ്ക്രൂ ആണെന്ന് എനിക്ക് ഉറപ്പാ. അല്ല, അവൾ ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോണോന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുത്ത് പോയായിരുന്നു. ഞാൻ അപ്പോഴേ മനസ്സിൽ കരുതി എന്തെങ്കിലും ഒരു പണി വരുമോ എന്നുള്ളത്. എടാ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നീ ഈ മായയെ നിന്റെ ഓഫീസിൽ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് പെർമിഷൻ കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. അവൾ കറക്റ്റ് രാവിലെ വരിക, വൈകുന്നേരം 5:30 വിടുക. അല്ലാതെ ഇടയ്ക്ക് പെർമിഷൻ കൊടുത്ത് വിടുന്നതിന്റെ പിന്നിൽ നിനക്കുള്ള പാരയാണ്. ഞാൻ ഉള്ള പറഞ്ഞില്ലെന്ന് വേണ്ട. അതേട്ടാ, ഇനിയിപ്പോൾ ഞാനിത് രക്ഷപ്പെടാൻ എന്തായാലും വഴി അതിനായിട്ടാ പറഞ്ഞതാ. എടാ, സിമി എൻ്റെ അടുക്കലേ ഈ ലൈസൻസിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് എന്താ പറയാ, ഈ പാസ്പോർട്ടിന്റെ കോപ്പി വേണം, എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി വേണം, പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, NOC വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. NOC കൊടുക്കേണ്ടത് നീയാണ്. അവിടെ എന്ത് പണിയാണോ നീ ചെയ്യേണ്ടത് അത് നീ നോക്കിക്കൊള്ളുക. പരമാവധി വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ നിനക്ക് കൊള്ളാം. അതിലല്ല എന്തെങ്കിലും തടയിടാമെങ്കിൽ നീ ഇട്ടോളുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലോ. തൽക്കാലം ഒപ്പം NOC ലെറ്ററിൽ ഒരു കളി കളിക്കാം. അതേ നടക്കത്തുള്ളൂ അല്ലേ? അതേ നടക്കത്തുള്ളൂ, യാതൊരു സംശയമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന്റെ സീരിയസ് ഒന്നും ചിന്തിച്ചില്ല. രാജേട്ടൻ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. എടാ, ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു. ഒന്നുകിൽ എന്തെങ്കിലും ജോലി വേണം. ജോലിയുള്ള ഒരാൾക്ക് NOC കിട്ടാൻ എളുപ്പമാണ്, ലൈസൻസ് എടുക്കാനും എളുപ്പമാണ്. പക്ഷേ സിമിക്ക് ഇപ്പം ജോലിയില്ല, ഹൗസ് വൈഫാണ്. അപ്പോൾ അതിൻ്റെ NOC കൊടുക്കേണ്ടത് നീയാണ് പണിയേണ്ടത്. അത് നീ നോക്കിക്കൊള്ളുക. എനിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല. ഇതിന്റെ പിന്നെ രാജേട്ടൻ കഴിച്ചു എന്ന് നീ പറയാൻ നിൽക്കണ്ട കേട്ടല്ല. അവസാനം എനിക്കൊരു പാര. അല്ലേ, ഞാൻ രാജേട്ടന്റെ പേരൊന്നും പറയുന്നില്ല. ഞാനത് എന്തെങ്കിലും ഒരു തടയിട്ട് വയ്ക്കാം. തൽക്കാലത്തേക്ക് ഇതൊന്ന് നീട്ടിക്കൊണ്ടു പോവാം. എന്നിട്ട് പതിയെ ഇവളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റാം. അതേ നടക്കത്തുള്ളൂ. അത് അങ്ങനെ ആക്കിയാൽ നിനക്ക് കൊള്ളാം. അതല്ലെങ്കിൽ അത് നമുക്ക് പാരയിരിക്കും. നിനക്ക് മാത്രമല്ല എനിക്കും പാരയിരിക്കും. ഉള്ള കാര്യം പറയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല കേട്ടോ. ഞാൻ അവൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ് അതിനെന്താ നീ ലൈസൻസ് എടുക്കുന്നത് പറയുകയും ചെയ്തു. ഇപ്പോഴേ ഇത് ആലോചിച്ചപ്പോൾ ഇപ്പൊ ടെൻഷനായി. അല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോയി സീതയെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് അതാണ് ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിച്ചേടാ, ഞാൻ നിന്റെ അടുത്തോണ്ട് നീ വേഗം വാ, ഒരു പാറ നിനക്കൊണ്ടെന്ന് പറഞ്ഞ. ഞാൻ പാറയെന്ന് പറഞ്ഞൊന്നുണ്ടെന്ന് വെച്ചാൽ അത് പറഞ്ഞില്ല. ഇതൊരു പാറ തന്നെ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതൊരു പണിയാണ്. അപ്പൊ ഇന്നൊരു കളി കളിച്ചാലേ നടക്കത്തുള്ളൂ. ഇതെങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യണം ഇനിയൊന്നും അല്ലേ? ഒതുക്കിയാൽ നിനക്ക് കൊള്ളാം. ചായ കൂടി ഞാൻ ചായ കുടിച്ചിട്ട് അപ്പുറത്ത് അവിടെ രണ്ട് ചായ കുടിച്ചിട്ട് നോക്കണം. നിങ്ങൾ എത്തിയാ? എത്തിയടി. എന്തോന്നും അടി, കുക്കിംഗ് ഒന്നും കഴിഞ്ഞില്ല ഇതുവരെ. ചിക്കൻ ഇപ്പോഴാ കിട്ടിയത്, കറി വെക്കാന്ന് വിചാരിച്ചു. ആ മായ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ഇപ്പോഴാ അങ്ങോട്ട് പോയത്. നിങ്ങൾ കണ്ടില്ലേ താഴെ വെച്ചാളാ? അവളെ കണ്ടൊന്നുമില്ല. പക്ഷെ അവൾ ഈ ഓഫീസിൽ നേരത്തെ ചാടുന്നൊരു പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ പറഞ്ഞേക്കണം, അവസാനം അവരാരെങ്കിലും വന്നിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്ത ശേഷം നീ കരഞ്ഞുകൊണ്ട് വരരുത്. കാര്യം അവൾ വന്ന് എൻ്റെ അടുത്ത് കരയും, നീ വന്ന് എൻ്റെ അടുത്ത് കരയും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ്.
ആ പിന്നെ ഒരു കാര്യം കൊണ്ടിടി, നീ ആ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേതാ, അതിൻ്റെ ആ NOC ലെറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്ത സമയം എടുക്കും. കാര്യം അതിൻ്റെ കൂട്ടത്തിലെ ഒന്ന് രണ്ട് ഡോക്യുമെൻറ്റ്സ് കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഓ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ ആ മോഹമൊക്കെ അങ്ങ് ഉപേക്ഷിച്ച്. ലൈസൻസ് വേണ്ടെന്നാ? നീയല്ലേ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞത് ലൈസൻസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്? എനിക്ക് വേണ്ട, അത് തന്നെ. അതെന്താണ് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം പോകുന്നത്? അതേ രാവിലെ അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വിശേഷം? എന്താ ഇയൊക്കെ വില്യനങ്ങളിൽ ഓർമ്മയുണ്ടോ? എറണാകുളത്തുള്ള അത് തന്നെ. ആ അങ്ങളുടെ കല്യാണമാന്ന് പറഞ്ഞ അമ്മച്ചി. ഇനി അതിന് നമ്മൾ അവിടെ വന്ന് ചെല്ലുമ്പോൾ തന്നെ അയാൾക്ക് 2 പെൺമക്കൾ അവിടെ ഇല്ലായിരുന്നാ? അങ്ങേർക്ക് ഇപ്പോഴും ആ പെൺമക്കൾ അവിടെ തന്നെ ഉണ്ട്. അല്ല എന്നിട്ട് വീണ്ടും കല്യാണം കഴിക്കാൻ അയാളുടെ പെണ്ണുമ്പോൾ സമ്മതിച്ച? അയ്യോ അങ്ങനെ പെണ്ണുമ്പളെ സമ്മതിച്ചതൊന്നുമല്ല, അങ്ങനെ പെണ്ണുമ്പളെ തട്ടിപ്പോയി. അയ്യോ എന്ത് പറ്റി? ഒരു ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റാ? എന്ത് പറ്റിയത്? ആ ആന്റി ആരും പറഞ്ഞത് കേൾക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയി. ആ ലൈസൻസ് കിട്ടിയെന്ന് തന്നെ ആന്റി എന്ത് തങ്ങളുടെ കാറും എടുത്തോണ്ട് സ്റ്റൈൽ കാണിക്കാൻ ഇറങ്ങിയതാ. വണ്ടി ആക്സിഡന്റ് ആയി ആന്റി മരിച്ചു. അയ്യോ പാവം അങ്കിള്. പിന്നെ പാവം എന്നിട്ടാണ് അങ്ങനെ ഇപ്പൊ കെട്ടാൻ പോകുന്നത്. അവര് മരിച്ച് 2 മാസം ആകുന്നതിന് മുമ്പ്. അതെന്തായാലും ആവട്ടെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, ലൈസൻസിനുള്ള പേപ്പർ പെട്ടെന്ന് തന്നെ ഞാൻ ശരിയാക്കി തരാം. നീ ട്രൈ ചെയ്തോ എന്തായാലും. അയ്യോ എന്തൊരാഗ്രഹം അല്ലേ, ഞാൻ ലൈസൻസ് എടുക്കുന്നില്ല. എടി നീ ഏതായാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് ലൈസൻസ് എടുക്കണം, പിള്ളേരുടെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകണം, പിന്നെ എന്തൊക്കെയാണ് പറയാം, ഷോപ്പിങ്ങിന് പോകണം. എന്തായാലും നീ ആഗ്രഹിച്ചതാണല്ലോ. നീ ലൈസൻസ് എടുക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് ആ NOC ലെറ്റർ എല്ലാം റെഡിയാക്കി തരാം. എനിക്കേ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ടാക്സിക്ക് പോകാനറിയാം. അല്ലെങ്കിൽ നമ്മുടെ ലിയോയോ രാജേട്ടനെയോ ആരെങ്കിലും വിളിച്ചാൽ അവർ എൻ്റെ കൂടെ വരും. അല്ല എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? നിങ്ങളാണെങ്കിലും എന്നെ കൊണ്ടാക്കിയാൽ മതിയല്ലോ. എടി അതെല്ലാം ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടാ. ഇതിപ്പം നിനക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, ലൈസൻസും ഉണ്ടെങ്കിൽ നിനക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം വണ്ടി എടുത്തോണ്ട് പോവാം. എൻ്റെ കാറാണ് വെറുതെ കിടക്കുക, നീ ഉപയോഗിച്ചോ? അയ്യോ എനിക്ക് അങ്ങനെ ഒരു ദുരാഗ്രഹവും ഇല്ലേ. ഞാനിവിടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. എടി നീ എന്തായാലും വണ്ടി ഓടിക്കടി, ഒരു നല്ലതല്ലേ എടി. ഇവിടെ ഇത്രയും നല്ലൊരു ദുബായി കൂടെ ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്ക്, വണ്ടിയൊക്കെ ഓടിച്ച്. എനിക്ക് അടിച്ചു പൊളിക്കണ്ട. നിങ്ങൾ അങ്ങനെ ഞാൻ ചത്തിട്ട് നിങ്ങൾ വേറെ കെട്ടാൻ നിൽക്കണ്ട. അയ്യേ ഞാൻ നിന്റെ വില്യനെ പോലെ വെറും ചീപ്പല്ല. ഇനി അങ്ങനത്തെ ഒരു മനുഷ്യനാടി, ഭാര്യ മരിച്ച് 2 മാസം കഴിയുന്ന മുമ്പ് കല്യാണം കഴിക്കാൻ പോയിരിക്കുന്നു. ഞാനൊക്കെയാണ് മിനിമം 1 വർഷമെങ്കിലും വെയിറ്റ് ചെയ്ത്, നിനക്കറിയാവാ? കേട്ടില്ലെന്ന് പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞപ്പോ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞേടി. അയ്യോ നിങ്ങൾക്ക് 22 ഫീമെയിൽ കോട്ടയം സിനിമ ഓർമ്മയുണ്ട? ഫസ്റ്റ് ഫസ്റ്റില് നമ്മൾ പോയി കണ്ടത്. അതില് ഫസ്റ്റില് ലാസ്റ്റ് വന്നൊരു അനുഭവം അറിയാമല്ലോ. എടിപ്പ് ഓടി വന്നു കള്ളി, ഞാൻ ചുമ്മാ തമാശ പറയല്ലേ. പിന്നെ ഞാൻ ഉടുപ്പൊക്കെ മാറിയിട്ടെ കേട്ടാ. നീ ഞാൻ ചിക്കൻ കറി പെട്ടെന്ന് റെഡിയാക്കി. ശരി എന്നാ. വയസ്സാം കാലത്ത് അങ്ങേരുടെ ഒരു കൂതി കെട്ടാൻ നടക്കുന്നു.